ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ടുഗദർ. അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോവാണ് കേട്ടോ. ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലുള്ള ജെർവിസ് ബേയിലെ ഹണിമൂൺ ബേ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 2.5-3 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. റോഡൊക്കെ സത്യം പറഞ്ഞാൽ ശോകമായിരുന്നു. അടുത്തെത്താറാവുമ്പോൾ ഏകദേശം ഒരു സൈഡ് ഫുള്ള് കടലാണ്. എൻട്രി ഗേറ്റിനടുത്തെത്തിയപ്പോൾ ഓഫീസേഴ്സ് ഞങ്ങൾക്ക് കുറച്ച് ബ്രോഷർ തന്നായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു നേവി ലാൻഡാണ്, അവിടെ ഡിഫൻസ് ആക്ടിവിറ്റീസും ട്രെയിനിങ്ങും ഒക്കെ നടക്കുന്നുണ്ടെന്ന്. അതും കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ടത് ഈ ഒരു ഫ്ലഡ് വേയുടെ ബോർഡറും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ സാധാരണ വെള്ളപ്പൊക്കം വരാറുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു മീറ്റർ സ്കെയിലും കാര്യങ്ങളും ഒക്കെയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ബുഷ് ഫയർ റിസ്ക് എത്രത്തോളം ഉണ്ട് ഇന്ന് എന്ന് കാണിക്കുന്ന ഒരു സൈൻ ബോർഡുമാണ് കേട്ടോ. അപ്പം മൊത്തത്തിൽ ആകെ ഒരു പേടിയായിപ്പോയി, നമ്മൾ വന്നത് അബദ്ധമായോ എന്നൊക്കെ. പക്ഷേ ഒന്നും പറയാനില്ല. ഈ ഒരു വഴി ഇറങ്ങി ഞങ്ങൾ താഴേക്ക് പോകുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ഹണിമൂൺ ബേ ബീച്ച്. ഹിഡൻ ജെം എന്നൊക്കെ പറയാവുന്ന നല്ല അടിപൊളി സംഭവം കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെയാണ് വന്നത്. പിള്ളേർക്ക് ആദ്യമേ തന്നെ വെള്ളം കണ്ടപ്പോൾ തന്നെ അവരാദ്യമേ വെള്ളത്തിലിറങ്ങി. പക്ഷെ ഞങ്ങൾ അവിടെ ആകെ ഒന്ന് ചുറ്റിക്കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ലാസ്റ്റ് വെള്ളത്തിലിറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളമായിരുന്നു. ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. തീരെ കുഞ്ഞു പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വാക്ക് വേയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ക്യാമ്പിങ്ങിൻ്റെ ഏരിയയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. കണ്ണെത്താ ദൂരത്തോളം കടലാണ്. ആ കടൽ ഉള്ളിലേക്ക് കയറി ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂള് പോലെ കിടക്കുന്ന ഒരു സ്പേസാണ് ഈ ഹണിമൂൺ ബേ ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഒത്തിരി പാറയും മരങ്ങളും ഒക്കെയുള്ള ഒരു അടിപൊളി സ്ഥലം. ആ ദൂരെയാണ് ചേട്ടായും വിനോദ് ചേട്ടനും ഇരിക്കുന്നത്. ഒരു ഡേ ഔട്ടിന് പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിക്നിക് സ്പോട്ടാണ് കേട്ടോ ഇത്. പബ്ലിക് ഹോളിഡേയ്സിലും വീക്കെൻഡ്സിലും മാത്രമേ ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അതിനും ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം വരുന്നതിന് മുന്നേ നമ്മൾ കറക്റ്റായിട്ട് എല്ലാം നോക്കിയിട്ട് വേണം വരാൻ. ക്യാമ്പിംഗ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ, പക്ഷെ അത് സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം ഏരിയ ഇച്ചിരി റിസ്ക്കിയാന്ന് വന്ന വഴി മനസ്സിലായി. പിന്നെ വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഫുഡും വെള്ളവും എല്ലാം കൊണ്ടുവരണം കഴിക്കാനൊക്കെ. കാരണം പബ്ലിക് ടോയ്ലറ്റ്സോ ഷവർ സ്പേസോ ഒന്നും ഞാനവിടെ ഒന്ന് കണ്ടില്ല കേട്ടോ. അത് മാത്രമല്ല വി ആർ വെരി ക്ലോസ് ടു ദ വൈൽഡ് ലൈഫും ആണ്. കടലിൽ നിന്ന് ഒരുപാട് ശംഖ് തീരത്ത് വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ളത്. ഒരുപാട് ശംഖ് അവർ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൻ്റെ പാടുമൊക്കെ ആ പാറകളിലുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. അന്ന് മലയാളീസായിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫോറിനേഴ്സായിരുന്നു. കുഞ്ഞുങ്ങളിതേ വെള്ളത്തിൽ ബോളൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവസാനം വെള്ളത്തിലിറങ്ങി നല്ലൊരു കുളിയൊക്കെ പാസ്സായി. അപ്പോഴത്തേക്കും കുളിസീൻ കാണാനായിട്ട് കങ്കാരു എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു കുഞ്ഞ ഷോട്ടും എടുത്തു കേട്ടോ. എന്നിട്ട് നല്ല നമുക്ക് നീന്തൽ അറിയില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം അങ്ങനെ ഒത്തിരി ആഴത്തിലല്ല ആ ഒരു വെള്ളം ഉണ്ടായിരുന്നത്. പക്ഷേ കരയിൽ കയറി കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ണിയുടെ കാല് മൊത്തം സ്ക്രാച്ചായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ശംഖ് എടുത്തതിൻ്റെ ആ ഒരു പാറയിലൊക്കെ കയറി ഉരഞ്ഞിട്ട്. അങ്ങനെ വളരെ സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ പറഞ്ഞ മാതിരി ഷവർ സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ ഈ സിസ്റ്റമൊക്കെ റിഫ്രഷ് ചെയ്യത്തില്ലേ, അതുമാതിരി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ആഫ്റ്റർനൂൺ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ടുഗദർ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.